ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു മൂവി നൈറ്റാണ്, ഒപ്പം ഒരു ഹോൾ വീഡിയോ കൂടെ. ഇത് ഞാൻ പല പ്രാവശ്യമായിട്ട് ഓൺലൈൻ വഴി വാങ്ങിയ കുറച്ച് സാധനങ്ങളാണ്. അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം ഒരു സെറ്റർ മോഡല് പാൻറ്റും ടോപ്പുമാണ്. ഒരു കൊറിയൻ സ്റ്റൈലാണ്. ഭയങ്കര സുഖമാണ്, ഭയങ്കര പഞ്ഞി പോലെ ഇരിക്കും. നമ്മൾ ഭയങ്കര തണുപ്പുള്ള സമയത്തൊക്കെ ഇട്ടാലും നമുക്ക് ചൂടെടുക്കും. അതേപോലെ കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ അങ്ങനെ തോന്നില്ലെങ്കിൽ ഇട്ട് കഴിയുമ്പോൾ ഭയങ്കര ഒരു ചൂടാണ്. അങ്ങനത്തെ ഒരു ഡ്രസ്സാണ് ഇത്. ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു 800 സംതിങ് ആയി. രണ്ടാമത് ഞാൻ അതിൻ്റെ കൂടെ വെറുതെ പെയർ ചെയ്തിടാൻ വേണ്ടിയിട്ട് ചുമ്മാ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടം തോന്നി വാങ്ങിയതാണ്. നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഇടാമെന്ന് ഓർത്ത്. ഇത് ഫ്രീ സൈസാണ്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനൊരു 499 509 അങ്ങനെ എന്തോ ആയിരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ക്യാപ്പും മേടിച്ചു. ഇതിനും ഒരു 499 500 ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ ഒന്നിച്ച് സെറ്റായിട്ട് നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പുറത്ത് പോകുമ്പോൾ ടൂർ പോകുമ്പോൾ ഇടാനായിട്ട് വാങ്ങിയാണ്. അതിനുശേഷം ഞാനൊരു സ്കേർട്ട് വാങ്ങി. ഇത് മീഷോന്ന് വാങ്ങിയതാണ്. 265 രൂപ അത്ര ആയുള്ളൂ. ഇത് നമ്മൾ കുറേ യൂട്യൂബേഴ്സ് വീഡിയോസ് ഇട്ട് ഒരു യൂട്യൂബർ വീഡിയോ ഇട്ട് ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ അതിന് ഒപ്പം ഇട്ട ടോപ്പ് എനിക്ക് കിട്ടിയില്ല. അതിൻ്റെ വേറെ മോഡലാണ് കിട്ടിയത്. അതെനിക്ക് ഇഷ്ടമാവാഞ്ഞുകൊണ്ട് ഞാനത് വാങ്ങിയില്ല. വേറൊരെണ്ണം, ഈ സ്കേർട്ട് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഈ ടോപ്പ് അതിൻ്റെ കൂടെ ഇടാനായിട്ട് മീഷോന്ന് മേടിച്ചതാണ്. ഇത് 265 രൂപ. നല്ല ടോപ്പാണ്. ഞാൻ നല്ലതായിരിക്കുമെന്ന് ഡൗട്ട് അടിച്ച് വാങ്ങിയതാണ്. പക്ഷേ നല്ലതാണ്, നല്ല രസം ഇട്ടിട്ടും നമുക്ക് കുഴപ്പമില്ല. പിന്നെ വേറെ എനിക്ക് മുടി കെട്ടി വെക്കാനായിട്ട് കുറച്ച് ഹെയർ ബാൻഡ്സ് മേടിച്ചു. ഇത് കടയിൽ നിന്ന് പോയി മേടിച്ചതാണ്. 3 ഹെയർ ബാൻഡ്സ് മേടിച്ചായിരുന്നു. ഇതും ഇനി കാണിക്കാൻ പോകുന്നതും സെയിം തന്നെയാണ്. ഇത് ഞങ്ങളുടെ ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവം വന്നപ്പോൾ അവിടെ നിന്ന് മേടിച്ചതാണ്. ഇതൊന്നും ഞാൻ ഉപയോഗിച്ചിട്ടില്ല, അത് വെറുതെ വാങ്ങി വെച്ചു. പിന്നെ ഇങ്ങനെ കുഞ്ഞു ബുഷും മുടിയിൽ ഇറക്കി വെക്കുന്ന സാധനങ്ങൾ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെ വാങ്ങി. പിന്നെ ഞാനൊരു കമ്മൽ മേടിച്ചു. പക്ഷേ ഞാൻ അങ്ങനത്തെ കമ്മൽ ഇതുവരെ ഇട്ടിട്ടില്ല, വെറുതെ കണ്ടപ്പോൾ മേടിച്ചു. അന്നേരം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നീട് വീട്ടിൽ വന്നപ്പോൾ എനിക്ക് അത്ര ഇഷ്ടം തോന്നിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചേക്കുവാണ്. പിന്നെ ഇങ്ങനത്തെ സാധനം ഇതും ഞാൻ ഇടാറുണ്ട്, അതുകൊണ്ട് മേടിച്ച്. നോർമലല്ല, മുടി എന്തെങ്കിലും രീതിയിൽ സ്റ്റൈൽ ചെയ്യുമ്പോഴത്തേനും അത് പിൻ ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പം ഇത്രയൊക്കെയാണ് ഹോൾ വീഡിയോ. ഇനി നമുക്ക് സിനിമക്ക് പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാൻ വാങ്ങിയ ഡ്രസ്സാണ് ഇട്ടത്. കാരണം ഞങ്ങൾ രാത്രി 10 മണിക്കത്തെ ഷോയിനാണ് പോകുന്നത്. അപ്പം ഇപ്പോൾ ഒന്നാമത് നല്ല തണുപ്പാണ്. തിയേറ്ററിൽ AC മോണായിരിക്കും. എനിക്ക് തണുപ്പ് ഒട്ടും പറ്റില്ല. ഞാൻ ജാക്കറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടാണ്, എന്തെങ്കിലും കോട്ടോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടാണ് സാധാരണ പോകാറ്. അപ്പോൾ ഈ ഡ്രസ്സ് നല്ല ചൂടായിരുന്നു കേട്ടോ, ഞാൻ അതാണ് ഇട്ടത്. പിന്നെ ഞാൻ ഈ തൊപ്പി വെറുതെ എടുത്തു, കാരണം എനിക്ക് ഫേസും ചെവിയിൽ തണുപ്പടിച്ചാലും എനിക്ക് ഭയങ്കരമായിട്ട് തണുക്കും. ഞാനും അതും കൊണ്ട് റെഡിയായി. ഞങ്ങൾ തലയോലപ്പറമ്പിലുള്ള മൈ സിനിമാസ്, ഇതിൻ്റെ പണ്ടത്തെ പേര് കാർണിവൽ എന്നായിരുന്നു. നമ്മുടെ മോഹൻലാലിൻ്റെ ആശീർവാദ് സിനിമാസ് ഇല്ലേ, ആശീർവാദ് എന്നായിരുന്നു ഇതിൻ്റെ പണ്ടത്തെ പേര്. ആ തിയേറ്ററിലോട്ടാണ് പോയത്. നല്ല തിരക്കായിരുന്നു. അതായത് തിയേറ്ററിൻ്റെ അകത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അതിന് മുമ്പത്തെ ആൾക്കാർ സിനിമ കണ്ടിറങ്ങുമായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വണ്ടികൾ തിരിച്ചു പോകണമായിരുന്നു. അപ്പം നല്ല ബ്ലോക്കായി. കയറുന്ന എൻട്രൻസിലും എക്സിറ്റിലൊക്കെ ബ്ലോക്കായിപ്പോയി. അത് കാരണം ഞങ്ങൾ കുറേ നേരം അവിടെ പുറത്ത് കുറേ നേരം നിന്നു. അങ്ങനെ മൈ സിനിമാസിലെത്തി കുറേ നേരം ബ്ലോക്കിൽ പെട്ടു. അവിടെ അങ്ങനെ കുറേ നേരം നോക്കിയിരുന്നു. ഈ തിയേറ്ററിൻ്റെ അടുത്താണ് ഞാൻ ഡിഗ്രി ചെയ്തത്. അങ്ങനെയാണ് ഞാനും അനന്തും അവിടെ ഡിഗ്രി ചെയ്തത്. ഞങ്ങൾ തമ്മിൽ പരിചയം അവിടെ വെച്ചിട്ടായിരുന്നു. ഇത് തലയോലപ്പറമ്പിലാണ്, കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പിലാണ് ഈ തിയേറ്റർ ഉള്ളത്. അങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അകത്തോട്ട് കയറിയിട്ട് സൈഡിൽ തന്നെ നമുക്ക് പാർക്കിങ്ങിനുള്ളത്
സാധാരണ ഭയങ്കര തിരക്കായിരുന്നു, പക്ഷേ സൈഡിൽ വന്നിട്ട് അത് കഴിഞ്ഞ് അകത്ത് കയറി. 10 മണിക്കത്തെ ഷോ 10:15 തുടങ്ങിയത്, കാരണം അതിന് മുമ്പത്തെ ഷോ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുന്നേ ഉണ്ടാവുള്ളൂ ഞങ്ങൾ ചെന്ന ടൈമിൽ. അങ്ങനെ സിനിമ തുടങ്ങി. നല്ല പടമാണ്, നന്നായിട്ട് നമുക്ക് ചിരിച്ച് എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട്. പിന്നെ കാപ്പി മേടിച്ചു, പോപ്കോൺ വാങ്ങി. ഞാൻ മെയിനായിട്ട് ഇതിനാണ് പോകുന്നത് സിനിമയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് സിനിമയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ വീട് 1:30 ആയി വന്നപ്പോൾ എല്ലാവരും അടച്ചിട്ടു. പിന്നെ അച്ഛൻ വന്ന് തുറന്നു തന്നു. അത്രേ ഉള്ളൂ. ബായ്.